ഇതില് ആദ്യം നമ്മൾക്ക് ഉപ്പുണ്ട്, പിന്നെ ശർക്കര വരട്ടി, ഉപ്പേരി ഉണ്ട്, പപ്പടം, പഴം, പിന്നെ അച്ചാർ കൂട്ടങ്ങളുണ്ട്. അച്ചാർ കൂട്ടങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഇഞ്ചിക്കറി. യെസ്. പിന്നെ ഓലനുണ്ട്. പിന്നെ നമ്മൾ തോരൻ ക്യാബേജ് ആകാം, ക്യാരറ്റ് ആകാം. ഇപ്പൊ പുതിയതായിട്ട് എല്ലാവരും ക്യാബേജും ക്യാരറ്റൊക്കെയാണ്. അതല്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ എന്താ അപ്പോഴത്തെ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അനുസരിച്ചിട്ടുള്ള ഒരു തോരൻ കൂട്ടം വെക്കുന്നു. പിന്നെ പച്ചടി, നമ്മൾ പച്ചടി കിച്ചടി അവിയൽ എന്ന് പറയുന്ന പോലെ ഒരു മധുരക്കൂട്ടാനായിട്ട് പച്ചടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബീട്രൂട്ടോ അപ്പോഴത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. അതെ. പിന്നെ കിച്ചടി, ഇച്ചിരി കയ്പേറിയിട്ട് വെണ്ടയ്ക്കയോ പാവയ്ക്കോ വെച്ചിട്ടുള്ള ഒരു കിച്ചടി. പിന്നെ കാളൻ, അത് പല നാട്ടിൽ ചിലയിടത്ത് കാളൻ, ചിലയിടത്ത് അത് പുളിശ്ശേരി ആയിട്ടും കാളൻ, അങ്ങനെ കുറുക്ക് കാളനും നീളമുള്ള കാളൻ, അങ്ങനെ. അതെ, ഒരു വിഭവം. പിന്നെ അതിനുശേഷം അവിയൽ, ഇത് വെജിറ്റബിൾ റിച്ച് ആയിട്ടുള്ള സാധനം. പിന്നെ കൂട്ടുകറി ആകാം, ചിലയിടത്ത് എരിശ്ശേരി ആയിട്ടും വിളമ്പാറുണ്ട്. പിന്നെ ഒഴിച്ചുകറികളിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ പ്രധാനമായിട്ട് നെയ്യും, ചിലയിടത്ത് പരിപ്പ് കൂടെ വിളമ്പാറുണ്ട്. അതെ, നെയ്യും പരിപ്പും ചിലയിടത്ത് വിളമ്പാറുണ്ട്. പിന്നെ സാമ്പാർ വരുന്നു. അതിന് ശേഷം ഇതൊരു ഓർഡർ ഉണ്ട്, എന്നാൽ പോലും സാമ്പാറിന് ശേഷം പിന്നെ ചിലയിടത്ത് പുളിശ്ശേരി ഉണ്ട്, രസം, മോര്. മോരിന് മുന്നായിട്ട് പായസം പ്രധാനമാണല്ലോ. രണ്ട് കൂട്ടം പായസമാണ്. ഇപ്പൊ 2 കഴിഞ്ഞ് 3, 4 പോകാറുണ്ട് ചിലയിടത്ത്. അപ്പൊ പായസത്തിന് ശേഷം മോര് കൂട്ടി അവസാനിപ്പിക്കുന്ന രീതി.